ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് കേട്ടോ നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു വാലന്റൈൻ സ്പെഷ്യൽ ഒരു 6ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കളർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ക്രാഫ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വാലന്റൈൻ സ്പെഷ്യലായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു റെഡ് കളർ A4 ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പേപ്പർ ഒന്നിങ്ങനെ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ മടക്കാം. അപ്പോൾ അത് മടക്കിയതിന് ശേഷം നമ്മളിങ്ങനെ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സൈസിലാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ട് കാണിക്കാത്ത നിങ്ങൾക്ക് ആ ഒരു സൈസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് A4 ഷീറ്റിൻ്റെ പകുതിയാണെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മളതൊന്ന് പകുതിയാക്കിയിട്ട് ഒന്നിങ്ങനെ മടക്കാം. അപ്പോൾ അത് മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്നും കൂടി ഒന്നിങ്ങനെ പകുതിയാക്കിയിട്ട് മടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ പേപ്പറൊക്കെ മടക്കിയിട്ട് ഒരു 4 മടക്കായിട്ട് മടക്കിയിട്ട് ഒരു ബുക്കിനെ പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോർണറിൽ ഇങ്ങനെ 4 പീസായിട്ട് കാണുന്ന ആ ഒരു ഭാഗം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു കേർവ്ഡ് ആയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു പേപ്പർ ഒന്നിങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ് കിട്ടുക. നമ്മൾ ആദ്യം ഒരു സ്ക്വയർ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു 4 എഡ്ജ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കേർവ്ഡ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു ഫോൾഡ് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ആ ഫോൾഡിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് വീണ്ടും ഒരു ഓപ്പോസിറ്റായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പർ മുഴുവനായിട്ടും ഒന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. നമ്മൾ മുമ്പ് ഒരു പേപ്പർ റോസറ്റും അതുപോലെ നമ്മൾ റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ ഫാനൊക്കെ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡ് ഒരുപാട് ഇങ്ങനെ വീതി കൂടാതെ കുറച്ചൊരു വീതി കുറഞ്ഞിട്ടാകുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ പേപ്പർ മുഴുവനായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ നഖം കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ലൈൻസൊക്കെ ഒന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു പകുതിയാക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു നടുക്ക് ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോളിനേക്കാളും കുറച്ചുകൂടി നല്ലത് ആ ഒരു ഗ്ലൂ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. പേപ്പറിന് ഏറ്റവും ബെസ്റ്റ് അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പേപ്പർ ഫോൾഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് നല്ല സിമ്പിളായിട്ട് തന്നെയാണ്, നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് കളറ്. അപ്പോൾ അതൊരു A4 ഷീറ്റ് പേപ്പർ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസിലാണ് വരിക. അപ്പോൾ ഇത് ഈ റെഡ് കളർ എന്ന് പറയുമ്പോൾ നമ്മൾ A4 ഷീറ്റ് പേപ്പർ പകുതിയാക്കിയിട്ട് ആ ഒരു സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വലുതും ചെറുതുമായിട്ട് കുറേയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വോളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്താലൊക്കെ നല്ലൊരു ഭംഗിയുണ്ടാവും. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. നമ്മളിത് വാലന്റൈൻ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ റെഡ്, പിങ്ക്, വൈറ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ബെഡ്റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്താലൊക്കെ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളേഴ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ ന്യൂസ് പേപ്പർ കൊണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ അടുത്തൊരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരു A4 ഷീറ്റ് സൈസ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ നിന്നൊരു സ്ക്വയർ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കറക്റ്റ് സ്ക്വയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആ ഒരു കോൺ വെച്ചിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ക്വയർ തന്നെയായിട്ട് കിട്ടും. എന്നിട്ട് ആ ബാക്കി വരുന്ന ഒരു ഭാഗം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. ഇപ്പം നമുക്ക് നല്ലൊരു സ്ക്വയർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് പകുതിയാക്കിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒരു കുഞ്ഞു ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ നഖം കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണത് അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കുഞ്ഞു ട്രയാങ്കിളായിട്ട് തന്നെ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ നഖം കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെയാണ് ഇങ്ങനെ കിട്ടുന്നത്. 2 സൈഡിലേക്ക് ഇങ്ങനെ ഓരോ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇടത് ഭാഗത്തുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ സെൻറ്ററിലോട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്നിങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിവർത്തുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണല്ലോ കിട്ടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നഖം കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്നിങ്ങനെ മടക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നടുക്കൊരു മടക്കി ആ ട്രയാങ്കിൾ. എന്നിട്ട് അതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊരു ഫോൾഡും കൂടെ നമ്മൾ കൊടുത്തു. എന്നിട്ട് 2 സൈഡിലും കൊടുത്തു കേട്ടോ. ആ ഒരു ഫോൾഡ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പെന്നോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പുറത്ത് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടല്ല, ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഒരു ഔട്ടർ ആയിട്ടും പിന്നെ ഒരു ഇന്നർ ആയിട്ടുള്ള രീതിയിൽ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലൂടെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് മാത്രമാക്കി അവിടെ മാറ്റിയിട്ട് ബാക്കി ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളിതൊന്നിങ്ങനെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് ഇങ്ങനെ മടക്കുകളൊക്കെ ഉള്ളതാണ്, കീറി പോവാതെ മെല്ലെ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ തുറന്നപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിവർത്തി നിൽക്കുന്നില്ല, കാരണം ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇങ്ങനെ മടക്കിയിട്ട് പ്രസ് ചെയ്താണല്ലോ. അപ്പോൾ നല്ലൊരു 6 ലവ് ഷേപ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അത് മടങ്ങി പോവാതെ ഇങ്ങനെ ഒന്ന് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. ഇത് നമ്മൾ പല കളറിലായിട്ട് ഇങ്ങനെ ചെറുതും വലുതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലും അതുപോലെ നമുക്ക് വാളിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടാലൊക്കെ നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാവും. കളർ പേപ്പർ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് പേപ്പറിലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ന്യൂസ് പേപ്പറിലൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. കാരണം വെറുതെ കട്ട് ചെയ്തിട്ട് ആ ഒരു കളർ പേപ്പർ വേസ്റ്റ് ആവണ്ടല്ലോ. അപ്പം നമ്മളുടെ ഒരു സിമ്പിളായിട്ടുള്ള കളർ പേപ്പറിൽ യൂസ് ചെയ്തിട്ടുള്ള 2 വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും ഭയങ്കര സിമ്പിൾ തന്നെയാണ്, എന്നാൽ ആദ്യത്തെ ഭയങ്കര എളുപ്പമാണ്, രണ്ടാമത്തത് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നത്തെ ഒരു പേപ്പർ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം കേട്ടോ. റേച്ചൽ, ശ്രീ സാധിക, ദേവിക, ദുവാസമാൻ, സീന, അനന്യ, അമായ, രാധിയ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വാലന്റൈൻ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇട്ടിട്ടുള്ള വാലന്റൈൻ സ്പെഷ്യൽ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ ചില സമയത്തൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.